അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി റംസാനായിട്ട് ഇറാനി പോളയാണ്. അപ്പോൾ നമുക്ക് ഇറാനി പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചിക്കനൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യാം. നോർമലി നമ്മൾ മാഗ്നേറ്റ് ചെയ്യുന്ന പോലെ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടായിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഒന്നൊന്നായിട്ട് ഈ പാനിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലക്കുള്ള സവാള മുറിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ക്യാപ്സിക്കം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാളയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഉപ്പിടണില്ല, ഉപ്പൊക്കെ പകരം ഇവിടെ മാഗി ക്യൂബാണ് ഇടുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ 2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, സോയാ സോസ്, കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇനി ബാറ്ററിലേക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസിൽ 4 മുട്ട പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാല്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ 4 ടീസ്പൂൺ മൈദപ്പൊടിയാണ്, പിന്നെ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 2 or 3 കയ്യിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം മസാല വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകൾക്കായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിക്ക് അനുസരിച്ചിട്ട് അതിനിടയിൽ പാനൊക്കെ വെക്കാം. അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും റംസാനിന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.